ഈ ക്രിസ്മസിന് സ്റ്റാർ ഉണ്ടാക്കിയില്ലെന്ന് വെച്ചാൽ വളരെ വളരെ മോശമാണ്. എടാ, എല്ലാവരും ചെയ്ത പോലത്തെ സ്റ്റാർ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിത് മാറ്റരുത്. കാരണം ഇതിൽ ഓരോ പോയിന്റ് ഞാൻ പയ്യെ പറഞ്ഞാണ് പോകുന്നത്. നിങ്ങൾക്ക് അഥവാ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇവിടെ ടെക്സ്റ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എടാ, എനിക്കിവിടെ വന്നപ്പോൾ നല്ല കൺഫ്യൂസ് അടിച്ചായിരുന്നു. എവിടെ പശ തേക്കണം, എങ്ങനെയാണ് മടക്കേണ്ടത്, സെൻറ്റർ വൈസ് മടക്കണോ, നല്ല ഡൗട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ എല്ലാം കാണിക്കുന്നുണ്ട്. ഒരു A4 സൈസ് ഷീറ്റ് എടുത്ത് നടുക്കൂടെ മടക്കിയിട്ട് ആ മടക്കിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് മറ്റേ അറ്റവും അതിന് പുറത്തുകൂടെ മറ്റേ അറ്റവും മടക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു ഭാഗം കാണും. അവിടെയാണ് നമ്മൾ പശ തേക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ഒരറ്റത്ത് ഇതുപോലെ വരച്ചതിന് ശേഷം അത് സൂക്ഷിച്ച് വെട്ടിയെടുക്കുക. ഇവിടെ ഒരെണ്ണമല്ല വെട്ടിയെടുക്കേണ്ടത്, നമുക്ക് 24 വെട്ടിയെടുക്കണം. അതുമല്ല, എടാ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ 24 വെട്ടിയെടുക്കണമെന്ന് നിർബന്ധമില്ല. നമുക്കൊരു 20 അല്ലെങ്കിൽ ഒരു 15 ആയാലും സ്റ്റാർ നല്ല വിരിഞ്ഞിരിക്കും. പക്ഷേ ഞാൻ എല്ലാവരും ചെയ്യും പോലെ ഒരു അബദ്ധം കാണിച്ച് 24 വെച്ച് ചെയ്തു. പക്ഷേ അതിൻ്റെ മിസ്റ്റേക്ക് നമ്മളുടെ എല്ലാ പേപ്പറും വിരിഞ്ഞ് വരത്തില്ല. ഒരു 15 ആണെങ്കിൽ എല്ലാ പേപ്പറും നല്ല വിരിഞ്ഞ് വരും, നല്ല സ്റ്റാർ നല്ല ഭംഗിയായിരിക്കും. ഇതും ഭംഗിയാണ്, ഒരു കുഴപ്പമില്ല. എന്നാലും കുറച്ചുകൂടെ ഭംഗിക്കിരിക്കണമെങ്കിൽ ഒരു 15, 17, 18 മതിയാവും. 24 തന്നെ എടുക്കണം എന്ന് നിർബന്ധമില്ല. എന്നിട്ട് ഇതുപോലെ 2, 3, 4 വീതം ഒന്നൊന്നായിട്ട് ഒട്ടിച്ച് ചേർക്കുക. ഞാൻ ഇവിടെ ആദ്യം 2 വീതം ഒട്ടിച്ച് ചേർത്തു. അത് കഴിഞ്ഞ് 4 വീതം ഒട്ടിച്ച് ചേർത്തു. അത് കഴിഞ്ഞിട്ട് 6, അത് കഴിഞ്ഞിട്ട് 12. നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തില്ലെങ്കിലുള്ള വിഷയം നമ്മൾ തേക്കുന്ന പശയെ ആശ്രയിച്ചിരിക്കും. നേരെ ഉണങ്ങിയില്ലെങ്കിൽ സ്റ്റാർ വാലാകോല വരും. നല്ല നീറ്റായിട്ട് വൃത്തിക്കിരിക്കണമെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമേ അത് നിവർത്താവൂ. പിന്നെ ഒരറ്റത്ത് അല്ല 2 അറ്റത്ത് റിബൺ കെട്ടുക. റിബൺ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു ചരടായാലും മതി. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ എല്ലാ ഇതളും വിരിയണില്ല. അതാണ് ഞാൻ പറഞ്ഞത്, 24 വേണമെന്ന് നിർബന്ധമില്ല. റെയിൻ ഡ്രോപ്പിൻ്റെ 3ാമത്തെ ലോങ് വീഡിയോ ആണ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.